നടിയെ ആക്രമിച്ച സംഭവത്തിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം പറഞ്ഞത് മഞ്ജു വാര്യറാണ്. കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ ദിലീപ് നേരിട്ട് കടന്നാക്രമിച്ചതും ഇതേ മഞ്ജുവിനെ തന്നെ. കേസിലെ സുപ്രധാന സാക്ഷി കൂടിയായ മഞ്ജു ഒരിക്കലും പരസ്യമായി ദിലീപിനെതിരെ ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല എന്ന കാര്യവും ഈ സമയം നമ്മൾ ചിന്തിക്കണം. തങ്ങളുടെ വിവാഹമോചനം സംബന്ധിച്ചോ കാവ്യയുമായുള്ള ദിലീപിന്റെ പുനർവിവാഹം സംബന്ധിച്ചോ നടിയെ ആക്രമിച്ച കേസിലെ ദിലീപിന്റെ പങ്കിനെക്കുറിച്ചോ ഒരു കാര്യവും മഞ്ജു വാര്യർ ഇതുവരെ എങ്ങും പറയാൻ തയ്യാറായിട്ടില്ല. കാവ്യ മാധവനുമായി ദിലീപിനുണ്ടായിരുന്ന ബന്ധമാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നും ഇതാണ് നടിയെ ആക്രമിച്ച സംഭവത്തിലേക്ക് നയിച്ചത് എന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. ദിലീപ് കാവ്യ ചാറ്റ് ഫോണിൽ കണ്ടതും ഇതേക്കുറിച്ച് അതിജീവിതയോട് സംസാരിച്ചതുമെല്ലാം മഞ്ജു മൊഴി നൽകിയിട്ടുണ്ട്. ഈ ബന്ധത്തെക്കുറിച്ച് തന്നോട് പറഞ്ഞത് അതിജീവിതയാണെന്ന് ദിലീപ് സംശയിച്ചിരുന്നതായും മഞ്ജുവിന്റെ മൊഴിയിലുണ്ട്. എന്നാൽ 2017 മനോരമ ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിൽ തങ്ങളുടെ വിവാഹമോചനത്തിനുള്ള കാരണമടക്കമുള്ള കാര്യങ്ങൾ ദിലീപ് തുറന്നു പറഞ്ഞിരുന്നു. കാവ്യ മാധവനല്ല താനും മഞ്ജുവും തമ്മിലുള്ള വിവാഹം തകരുവാനുള്ള കാരണമെന്നാണ് ദിലീപ് പറഞ്ഞത്. എന്നാൽ കാവ്യയാണ് കാരണമെന്ന് ചിലർ ജനത്തിന് മുന്നിൽ ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. താനും മഞ്ജുവും തമ്മിൽ ഭാര്യ ഭർത്തൃബന്ധത്തിനപ്പുറമുള്ള സൗഹൃദമുണ്ടായിരുന്നു. സന്തോഷകരമായ ജീവിതമായിരുന്നു തന്റേത്. വിവാഹമോചനം ആവശ്യപ്പെട്ട് താൻ കോടതിയിൽ സമർപ്പിച്ച ഹർജി തന്റെ കുടുംബ ചരിത്രമാണ്. അതിൽ പ്രതികളും സാക്ഷികളും തെളിവുകളുമുണ്ട്. സമൂഹത്തിൽ നല്ല പേരുള്ള പ്രമുഖരായവരുടെ പേരുകളുമുണ്ട്. അവരുടെയൊക്കെ യഥാർത്ഥ മുഖം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് വിവാഹമോചനത്തിന് രഹസ്യ വിചാരണ ആവശ്യപ്പെട്ടത്. മകളെക്കുറിച്ച് ഓർത്തിട്ടാണ് ഇതേക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത്. മഞ്ജുവിനെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്നും ദിലീപ് പറയുന്നു. മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിന് ശേഷം കാവ്യയെ വിവാഹം കഴിക്കുമെന്ന് താൻ കരുതിയിരുന്നില്ലെന്നും ദിലീപ് പറയുന്നുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് വിവാഹത്തിന് നിർബന്ധിച്ചത്. മകളോടാണ് കാവ്യയുടെ കാര്യം ആദ്യം സംസാരിച്ചത്. എന്നാൽ കാവ്യയുടെ കുടുംബത്തിന് ഈ വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നു. താൻ അവരോട് സംസാരിച്ച് സമ്മതം വാങ്ങുകയായിരുന്നു എന്നും ദിലീപ് അഭിമുഖത്തിൽ പറയുകയുണ്ടായി. 2015 ദിലീപും മഞ്ജു വാര്യരും വിവാഹമോചിതരാകുന്നത്. തൊട്ടടുത്ത വർഷം 2016 വളരെ സ്വകാര്യമായ ചടങ്ങിൽ വെച്ച് ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് 24 മലയാളം.